എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വാർത്താ വിശേഷത്തിലേക്ക് അല്ല ഞാൻ സ്വാഗതം പറയുന്നത്. പുതിയൊരു സിനിമയെ കുറിച്ചാണ്. നമ്മുടെ ദിലീപിന്റെ ഏറ്റവും പുതിയ സിനിമ അല്ലേ, ഭയം ഭക്തി ബഹുമാനം. ഇഷ്ടം പോലെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെ കുറിച്ചുള്ള റിവ്യൂകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അശൻ കോക്കിന്റെ റിവ്യൂ ഞാൻ കണ്ടു, പല പ്രാവശ്യം കണ്ടു. ഒരു അരവരാതി പടം എന്ന് പറഞ്ഞ അയ്യയ്യേ എന്തൊക്കെയാണ് മോഹൻലാൽ ചെയ്തത്. മൂപ്പര് മോഹൻലാലിന്റെ വിഗൊക്കെ വെച്ചിട്ട്, മോഹൻലാലിന്റെ ഒരു കൂതറ വിഗൊക്കെ വെച്ചിട്ടാണ് അശ്വൻ കോക്ക് ഇതിന്റെ പടം റിവ്യൂ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അശ്വൻ കോക്ക് പറയുന്നത് അയ്യയ്യേ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചത്, എന്ത് ബോറ് പടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പടത്തെ കൊന്നു കൊല വിളിക്കുകയാണ് അശ്വൻ കോക്ക്. നോ ലോജിക് ഓൺലി മാഡ്നസ്, ഇതാണ് ഇതിന്റെ ടാഗ് ലൈൻ. അതിൽ ഒരു ലോജിക്കും ഇല്ല, ഇത് തനി പ്രാന്താണ് കൂട്ടരെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ആര്, നമ്മുടെ ദിലീപ്. ഞാൻ ഈ സിനിമയുടെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചോ ഇതിന്റെ സംവിധാനത്തെക്കുറിച്ചോ ധനഞ്ജയ് ശങ്കർ അല്ലെ, ഈ ധ്യാൻ ശ്രീനിവാസിന്റെയും വിനീത് ശ്രീനിവാസിന്റെയും ഒക്കെ അസിസ്റ്റന്റായി പ്രവർത്തിച്ച ധനഞ്ജയ് ശങ്കറാണ് ഇതിന്റെ സംവിധായകൻ. പിന്നെ ഷാൻ റഹ്മാനാണ് മ്യൂസിക്, ഗോപി സുന്ദർ ഇതിന്റെ BGM. അങ്ങനെ ഇതിന്റെ സാങ്കേതിക തികവുകളെ കുറിച്ചോ അതിന്റെ പരാജയങ്ങളെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതിൽ കാമിയോ റോളാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ കാമിയോ റോൾ എന്നൊക്കെ പറഞ്ഞാൽ ഏതാനും മിനിറ്റുകളോ ചിലപ്പോൾ സെക്കൻഡുകളൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്തരത്തിലുള്ള സൂപ്പർ സ്റ്റാറുകളൊക്കെ പല സിനിമകളിലും കാമിയോ റോളിൽ പ്രത്യക്ഷപ്പെടും. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെയല്ല. ഈ സിനിമ ഹാഫ് ടൈമിന് ശേഷം മോഹൻലാൽ തൂക്കിയെടുത്ത് തന്നെ പറയാം. മോഹൻലാലിന്റെ മുണ്ട് മടിക്കു തൂത്തലും മീശ പിരിക്കലും ഡാൻസും ആകെ ലാലേട്ടന്റെ ആരാധകരെ ഇങ്ങനെ അർമാദിക്കാനുള്ള എല്ലാ ചേരുവകളും ഒത്തിണങ്ങിയ ഒരു സിനിമയാണ് കേട്ടോ. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ സിനിമയുടെ ദൃശ്യഭംഗിയെ കുറിച്ചോ അതിന്റെ പോരായ്മകളെ കുറിച്ചോ ഒന്നുമല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ സിനിമയുടെ നിങ്ങൾ ആരും കാണാത്തതിന്റെ ഒരു ഉള്ളടക്കമുണ്ട് കേട്ടോ. അതാണ് ആദ്യം നമുക്ക് പേരിലേക്ക് വരാം. പേര് ഭയം ഭക്തി ബഹുമാനം. അല്ല കൂട്ടരെ, അല്ല. ദിലീപ് ആട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് ദിലീപ് ആട്ടുകയാണ്. ആരെയാണ് ആട്ടുന്നതെന്നറിയോ? ഒന്ന്, തന്നെ 90 ദിവസം തന്നെ തടവിലിട്ട ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ അല്ലെ, പോലീസുകാരാണ് ഇവിടെ തടവിലിട്ടത്. പോലീസാണ് ദിലീപിനെ ഞങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു തെളിവും ഇല്ലാതെ ഇരുന്നിട്ടും ദിലീപിനെ 85 ദിവസം തടവിലിട്ടു അല്ലെ. അങ്ങനെ തടവിലിട്ട ഇവിടത്തെ സർക്കാർ, പിണറായി സർക്കാരിന് നേരെയുള്ള ദിലീപിന്റെ ആദ്യത്തെ ആട്ടാണ് എന്ന് പറയുന്ന ഈ പേര് കേട്ടോ. അതല്ലാതെ ഭയം ഭക്തി ബഹുമാനം അല്ല കൂട്ടരെ. അങ്ങനെയൊക്കെ ദിലീപ് ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ദിലീപ് അർത്ഥമാക്കുന്നത് കൊണ്ടാണ് ഈ സിനിമ തുടങ്ങുമ്പോൾ ദിലീപിന്റെ എൻട്രി എങ്ങനെയാണെന്ന് അറിയോ? ദിലീപ് ആദ്യമായിട്ട് ആ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്ന ആ സംഭവ സ്ഥലത്തേക്ക്, ഇതിലെ ബൈജു ആണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് CM ആയിട്ട് അഭിനയിക്കുന്നത് ബൈജു ആണ് കേട്ടോ. ബൈജു ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിന്റെ അഭിനേതാക്കളെ കുറിച്ചോ അഭിനേതാക്കളുടെ അഭിനയ പാഠവത്തെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ അന്തർധാര, ഇതിന്റെ ഉള്ളിലുള്ള ആരും പറയാത്ത കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സിനിമയുടെ തലക്കെട്ട് പരക്കയുള്ള ആട്ടാണ് ഇവിടുത്തെ പോലീസുകാർക്കെതിരെ, ഇവിടുത്തെ ഭരണകൂടത്തിനെതിരെ, പിണറായി വിജയൻ സർക്കാരിനെതിരെ, ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്കെതിരെ, ഇവിടുത്തെ പോലീസുകാർക്കെതിരെ, ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെ ഒന്നടങ്കം ആട്ടുകയാണ് ദിലീപ്. ഇനി എന്റെ ദിനങ്ങളാണ്, ഇനി എന്റെ തിരിച്ചു വരവാണ് എന്നും പറഞ്ഞിട്ടാണ് ദിലീപിന്റെ ആ ഒരു മാസ് എൻട്രി കേട്ടോ. ആ എൻട്രി സമയത്തെ അപ്പോഴാണ് മുന്നിൽ ഒരു പടത്തിൽ ദിലീപിന്റെ ആദ്യം നമ്മൾ കാണുന്നത് ദിലീപിന്റെ കാലുകൾ മാത്രമേ കാണുന്നുള്ളൂ. ദിലീപ് ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. അപ്പം തന്നെ തിയേറ്ററിൽ ഭയങ്കര കയ്യടിക്കുകയാണ് കേട്ടോ ദിലീപ് ഫാൻസ്. അങ്ങനെ മുന്നിൽ പഴത്തൊലിയുണ്ട്. പഴത്തൊലിയിൽ ദിലീപിന്റെ കാലിങ്ങനെ സ്ലോ മോഷനില്ല പഴത്തൊലിയിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ 2-3 ആൾക്കാർ അപ്പുറത്ത് പറയുന്നുണ്ട്, ആ പഴത്തൊലി ചവിട്ടി ദിലീപ് ഇതാ മലന്നടിച്ച് വീഴും എന്നൊക്കെ ആരോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ദിലീപ് ആ പഴത്തൊലിയിൽ ചവിട്ടിയില്ല എന്ന് പറയുമ്പോൾ ദിലീപ് പതുക്കെ കാലെടുത്ത് മാറ്റുന്നു. എന്നിട്ട് പറയുന്നു, അത് പണ്ടായിരുന്നു ആദ്യത്തെ കിടിലൻ ഡയലോഗ് ആയിരുന്നു കേട്ടോ അത് എന്ന് പറഞ്ഞാൽ ദിലീപ് പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാലോ ദിലീപിന്റെ പല സിനിമകളിലും ദിലീപ് പടത്തൊലി ചവിട്ടി വീഴുന്നു ചവരനോട് വെച്ച് അടിക്കുന്നു, അല്ലെ ചാണക്കുഴിയിൽ പോയി വീഴുന്നു, അവിടുന്ന് എണീറ്റ് വരുന്നു. ആകെ അമ്മാതിരി അലമ്പ് പരിപാടിയായിരുന്നു ദിലീപിന്റെ തമാശ എന്ന് പറയുന്നത്. ദിലീപ് പറയുന്നു, അക്കാലമൊക്കെ കഴിഞ്ഞു കൂട്ടരെ. ദിലീപിനെ ഒരു പഴത്തൊലിയിലും ചവിട്ടി വീഴില്ല. മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. ഇനി നിങ്ങൾക്ക് ദിലീപിനെ ഇതേപോലെ ഒരു പഴത്തൊലി ഇട്ടിട്ട് ഭാഗ്യലക്ഷ്മി കേൾക്കണം, ഫെമിനിസ്റ്റുകൾ കേൾക്കണം, ഇവിടെ ദിലീപിന്റെ രക്തം കുടിക്കാൻ വേണ്ടി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരും ഒരു സംഘം പോലീസുകാരും കേൾക്കണം.
ഇനി നിങ്ങൾ എത്ര പഴത്തൊലിട്ടാലും ദിലീപ് അതിൽ ചവിട്ടില്ല കൂട്ടരെ. ദിലീപ് അതിൽ ചവിട്ടി തെന്നി വീഴുകയില്ല. ദിലീപ് പ്രഖ്യാപിക്കുന്നു. ആദ്യത്തെ കാര്യം കേട്ടോ. അപ്പൊ ഞാൻ തലക്കെട്ടിനെ കുറിച്ച് പറഞ്ഞു, ഈ ദിലീപിന്റെ എൻട്രിയെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ സിനിമയിൽ ആരൊക്കെ അഭിനയിച്ചെന്നറിയുമോ? ദേവൻ ആരാ? ബി ജെ പിയുടെ നേതാവാണ് ദേവൻ. മേനക സുരേഷ് അല്ല, മേനകയുടെ ഭർത്താവായ നിർമ്മാതാവ് സുരേഷ് അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ, അതായത് സിനിമയിലെ ഒരു ബി ജെ പി പക്ഷത്തുള്ള ആളുകളെ ദിലീപ് തെരഞ്ഞുപിടിച്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിനിമ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട്. സിനിമ വളരെ കൃത്യമായ ഒരു ആന്റി CPM, ഒരു ആന്റി കോൺഗ്രസ് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു ആന്റി CPM രാഷ്ട്രീയം വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നു. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ചത് നമ്മുടെ സ്വന്തം ലാലേട്ടനെയും കൂടിയാണ് ദിലീപ് ചേർത്ത് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഈ സിനിമാ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട BJP പക്ഷത്തുള്ള ആൾക്കാർ, അത് കഴിഞ്ഞിട്ട് സൂപ്പർ മെഗാ സ്റ്റാറായ, എന്താ പറയാ, ഈ സമാനതകളില്ലാത്ത നമ്മുടെ ലാലേട്ടനെയും ചേർത്ത് പിടിക്കുന്നു. മലയാളത്തിലെ 1-ാം നമ്പർ നിർമ്മാതാവ് ഗോപാൽജിയുടെ നൃത്തമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഗോപാലേട്ടൻ അദ്ദേഹം നിർമ്മിക്കുന്ന ചില സിനിമകളിലൊക്കെ അദ്ദേഹത്തിന്റെ ചില മുഖങ്ങളൊക്കെ നമ്മൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിൽ അങ്ങനെയല്ല. ഇതില് കൊമ്പം മീശൊക്കെ വെച്ചിട്ട് നമ്മളെ ലാലേട്ടന്റെ അണ്ണനായിട്ടാണ് മൂപ്പര് അഭിനയിക്കുന്നത്. ലാലേട്ടന്റെ അണ്ണൻ. അങ്ങനെ ഗോപാലേട്ടനെയും ചേർത്ത് നിർത്തുന്നു. പിന്നെ മലയാള സിനിമയിലെ ഇപ്പോഴത്തെ ഏറ്റവും പ്രബലരായ 2 സംവിധായകരും അഭിനേതാക്കളും ഒക്കെയാണ് ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും. നമുക്കൊക്കെ അറിയാം, മലയാള സിനിമയിൽ ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്ന അധോലോക ഗുണ്ടാ സംഘത്തിന്റെ എതിർപക്ഷത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന നിർമ്മാണ അല്ലെങ്കിൽ സിനിമയുടെ എല്ലാ സമസ്ത രംഗങ്ങളിലും കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു ടീമാണ് വിനീതും ധ്യാനെയും ഈ സിനിമയിൽ കൂട്ടുപിടിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ദിലീപ് പറയുകയാണ്, മലയാള സിനിമ ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ കൈപ്പിടിയിലാണ്. ഗോപാലേട്ടൻ, ലാലേട്ടൻ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ഇവിടുത്തെ BJP പക്ഷപാതികളായ എല്ലാ നടന്മാരെയും കൂട്ടിക്കൊണ്ട് ഇനി ഇവിടെ ഈ സിനിമയെ ദുഷിപ്പിക്കുന്ന മട്ടാഞ്ചേരി മാഫിയക്കെതിരെയുള്ള ഒരു അടിയായിരിക്കും മക്കളെ ഇനി നടക്കാൻ പോകുന്നു കേട്ടോ. അതിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ്, പ്രഖ്യാപനമാണ്. അതല്ലാതെ നിങ്ങൾ ഈ ഫുൾ ഓഫ് മാഡ്നസ്, നോ ലോജിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ പോയിട്ട് ഇതിലൊരു കഥയില്ല എന്ത് പഴയ കഥ എന്ന് പറഞ്ഞിട്ട് നടക്കണ്ട. അതല്ല സിനിമ, അതല്ല ദിലീപ് ഇതിലൂടെ പ്രഖ്യാപിക്കുന്ന. ഇതൊക്കെയാണ്, തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ദിലീപ് ഇതില് ഒരു മാനസിക രോഗ ചികിത്സാ കേന്ദ്രത്തിൽ കുറെ കാലം കിടന്നു എന്നൊക്കെയാണ് സിനിമയിൽ പറയുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ അതാണ് വട്ടനാണ് ദിലീപിനെ വട്ടു പിടിപ്പിച്ചിരുന്നു. 8-9 വർഷം യഥാർത്ഥത്തിൽ ദിലീപ് ഒരു മെന്റൽ അസൈലത്തിൽ കിടക്കുന്ന പോലെയാണ്, ഒരു മാനസിക രോഗ ആശുപത്രിയിൽ കിടക്കുന്നത് പോലെയായിരുന്നു ദിലീപ് കഴിഞ്ഞ 9 വർഷം നമുക്കിടയിൽ കഴിഞ്ഞിരുന്നു കേട്ടോ. ഇതിൽ ബൈജു അവതരിപ്പിച്ച CM പിണറായി വിജയന്റെ തനി ഡിറ്റോ ആണ്. പിണറായി വിജയനെ മുറിച്ചെടുത്ത് വെച്ചതാണ് നമ്മുടെ ബൈജുവിന്റെ ഈ CM. തൂറാമുട്ടിയ മുഖ്യമന്ത്രി. അതാണ് ഒറ്റവാചകത്തിൽ ആ മുഖ്യമന്ത്രിയുടെ ഒരു ക്യാരക്ടർ നമുക്ക് പറഞ്ഞാൽ തൂറാമുട്ടിയ മുഖ്യമന്ത്രി. അതാണ് പിണറായി വിജയൻ. എണീറ്റ് നടക്കാൻ വയ്യാത്ത ഈ മുഖ്യമന്ത്രി എങ്ങനെയാണ് ഇനി ഞങ്ങളെ നയിക്കാൻ പോകുന്നതെന്നൊക്കെ ആകുലപ്പെടുന്ന എന്താ പറയാ, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കിടയിലേക്ക് കടന്നു വരുന്ന ആ ഒരു CM-നെയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത് കേട്ടോ, ബൈജുവിലൂടെ കാണുന്നത്. അങ്ങനെ ഈ ബൈജുവിനെ തട്ടിക്കൊണ്ടുപോവുകയാണ്. അതാണ് ഈ സിനിമയുടെ രീതി. ഞാൻ സ്പോയിലർ ആകുന്നില്ല, കഥയിലേക്ക് കടക്കുന്നില്ല. എന്തായാലും ഈ CM-നെ വളരെ നിസ്സാരമായി തട്ടിക്കൊണ്ടുപോവുകയാണ് ദിലീപ് ഈ സിനിമയിൽ. അങ്ങനെയാണ് സിനിമ തുടങ്ങുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു തട്ടിക്കൊണ്ടുപോക്ക്. അപ്പോഴാണ് എല്ലാവരും പറയുന്നത്, ഇതെന്ത് ലോജിക് ഇല്ലാത്ത സിനിമ, ഇങ്ങനെയൊക്കെയാണ് തട്ടിക്കൊണ്ടുപോവുക, ഇങ്ങനെയൊക്കെയാണ് ഒരു കരിക്ക് കുടിപ്പിച്ചിട്ട് തൂറാമുട്ടിയിട്ട് ഓടി നടക്കുന്ന ഈ മുഖ്യമന്ത്രി ഒരു കാറ് കയറ്റിയിട്ട് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇതൊക്കെ ഒരു ലോജിക്കും ഇല്ല. ഇല്ലടോ, ലോജിക് ഇല്ല, ഇതിനൊന്നും ഒരു ലോജിക് ഇല്ല. പോലീസുകാർ ഇങ്ങനെയുള്ള ഒരു സിനിമയിലും പണ്ടൊക്കെ നമ്മൾ കുട്ടമ്പിള്ള പോലീസിന്റെ മണ്ടത്തരങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും അല്ല, ഇത് ലോകമണ്ടന്മാരായ പോലീസ്. ഇപ്പൊ നമുക്കറിയാലോ, എന്താ പറയാ, ഉടുത്തയിൽ അപ്പിട്ട് എന്നൊക്കെ പറയില്ലേ, ഉടുത്തയിൽ അപ്പിട്ട പോലെ നിൽക്കുകയാണ് ഇപ്പം. കാരണം ഇത് നമ്മളെ പുതിയ കേസ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്,
ഇമ്മാതിരി മണ്ടം പോലീസ്. ഈ സിനിമയില് പോലീസ് എന്ന് പറഞ്ഞാൽ മണ്ടന്മാരെന്ന് പറഞ്ഞാൽ ആന മണ്ടന്മാരായ പോലീസ്. അപ്പോഴാണ് ഈ അശ്വിൻ കോക്കിനെ പോലുള്ള റിവ്യൂ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ, ഇവര് എന്ത് ഒരു ലോജിക്കും ഇല്ലാതെ പോലീസുകാരെ ഇങ്ങനെയുള്ള ഇത് ഈ പോലീസുകാര് തോക്കൊക്കെ ചൂണ്ടിയിട്ട് ഒരു 10-60 പോലീസുകാർ വന്നപ്പോ ഈ തോക്കിലുണ്ടല്ല തോക്കുമായി കേരള പോലീസിന്റെ തോക്കിൽ ഉണ്ടല്ലാത്ത പോലീസ്. ദിലീപ് ഈ സിനിമയിലൂടെ പറയുന്ന ഭയങ്കര ബ്ലാക്ക് ഹ്യൂമർ ആണ് കേട്ടോ. അത് ബ്ലാക്ക് ഹ്യൂമർ അല്ല, ഇതിന്റെ അങ്ങപ്പുറത്തെ സാധനമാണ്. പോലീസുകാർ 10-60 പോലീസുകാരെ പടപെട്ടായെന്ന് പറഞ്ഞ തോക്കൊക്കെ ഇങ്ങനെ ചൂണ്ടും. അപ്പോഴാണ് പറയുന്നത് തോക്കിൽ ചൂണ്ടിട്ടത് കാര്യം ഉണ്ടല്ലാത്ത തോക്ക്. അപ്പോഴാണ് ഇവരെ നേരിടാൻ റിയാസ് ഖാന്റെ നേതൃത്വത്തിൽ ഇവിടെ ഭയങ്കര പാട്ട് വെച്ച് എന്താ പറയുക, ഡി ജെ വെടിയുണ്ട. നിങ്ങൾ കേട്ടാലേ നമ്മള് ചിരിച്ചിട്ട് വഴിക്കാവൂ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ദിലീപ് മണ്ടത്തരം കളിച്ചതല്ല, ദിലീപ് തുണിയുരിക്കുകയാണ്. ഇവിടത്തെ ഭരണകൂടത്തിന്റെ പിണറായി സർക്കാരിന്റെ പോലീസിനെ ഇങ്ങനെ ഇത്രയും തൊലിയൊരു സിനിമ വേറെ ഇല്ല കേട്ടോ. നിങ്ങൾ എല്ലാവരും പോയി കാണണം കേട്ടോ. നിങ്ങൾ എല്ലാവരും പോയി കാണുമ്പോൾ ഈ സാധാരണ സിനിമ കാണാൻ പോകണ പോലെ നല്ല പാട്ട് കേൾക്കാനോ നല്ല കഥയോ അല്ലെങ്കിൽ ഇതിന്റെ സിനിമയുടെ സൗന്ദര്യാത്മക കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ദിലീപിന്റെ പ്രഖ്യാപനമാണെന്നേ. പിണറായി സർക്കാരിന്റെ പോലീസിനെ ഇമാതിരി അലമ്പ അഭിഭാഷകരെ ഇമാതിരി മാധ്യമ പ്രവർത്തകരൊക്കെ ഒന്ന് കൊല വിളിക്കുകയാണ്. അതായത് മറ്റേ നികേഷിന്റെ മാതിരി ഒരു മാധ്യമ പ്രവർത്തകരുണ്ട്. അപ്പൊ മാധ്യമ പ്രവർത്തകര് എന്താ പറയാ, ഈ പോലീസുകാര് സിഎമ്മിന്റെ അപ്പിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണിക്കാണെന്നാണ് അശ്വൻ കോക്ക് പറയുന്നത്. കാണിക്കണം. അപ്പിയിടുന്ന മുഖ്യമന്ത്രിയെ കാണിക്കണ്ടോ, അപ്പി കാണിക്കണ്ടേ? ഇതൊക്കെയാണ് ദിലീപ്, ഇതാണ് കാണിക്കുന്നത്, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നിട്ട് അവസാനം മക്കളെ ഹാഫ് ടൈമിന് ശേഷം അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ലാലേട്ടനും ദിലീപും ഗോകുലം ഗോപാലേട്ടനും വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും തൂക്കി അടിക്കുകയാണ്. ഇനി സിനിമയില് മട്ടാഞ്ചേരി മാഫിയുമില്ല, ഒരലവലാതി മറ്റേ പോക്കിന്റെ ഭാഷ പറഞ്ഞ അരവലാതി ടീമുമില്ല. ഇനി ദിലീപിന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് ഭാഗ്യലക്ഷ്മി തലകുത്തി മറിഞ്ഞാലും ഈ മാതിരിയുള്ള അഭിഭാഷകരും ഈ മാതിരിയുള്ള കള്ള പോലീസുകാരും എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങളെ നിങ്ങൾക്ക് ഒരു കാര്യം പറയണ്ടേ, ഇപ്പോഴും നമ്മളെ മാധ്യമങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യുന്നല്ലേ, എന്തൊക്കെയാണ് ഇവർ ലോകത്തിന്റെ സൂര്യന്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും വൈകുന്നേരം 7:30 മണി മുതൽ 7:30 മണിക്ക് തുടങ്ങും മാതൃഭൂമി ചാനൽ. അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് ഏഷ്യാനെറ്റും മനോരമയും മറ്റ് നിരവധിയായ ചാനലുകളും നമ്മുടെ റിപ്പോർട്ടർ TV പിന്നെ എല്ലാ സമയത്തും ഈ എഡിറ്റേഴ്സും മറ്റേ എഡിറ്റേഴ്സും ആ എഡിറ്റേഴ്സും ഈ എഡിറ്റേഴ്സും ഒക്കെ ആയിട്ട് ഇവർ ചർച്ചയാണ്. ധൈര്യമുണ്ട് ഇവർക്ക്. 1714 പേജുള്ള ഹണിയും വർഗീസ് ദിലീപ് നിരപരാധിയാണ് എന്ന് എഴുതി വെച്ച ആ വിധിന്യായം എടുത്ത് ചർച്ച ചെയ്യാൻ ഒരു മാധ്യമ പ്രവർത്തകനും ഒരു മാധ്യമ സ്ഥാപനത്തിനും ധൈര്യമില്ല. കാരണം ചർച്ച ചെയ്താലേ പണ്ട് ഛർദിച്ചതൊക്കെ വിഴുങ്ങേണ്ടി വരും. ഇത് ചർച്ച ചെയ്താൽ പണ്ട് ഇവര് ഛർദിച്ചത് അത്രയും വിഴുങ്ങേണ്ടി വരും. അതുകൊണ്ട് മാത്രം ഇവർ ചർച്ച ചെയ്യില്ല. അപ്പോഴാണ് ദിലീപ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആട്ടുകയാണ്. പോയില്ലടാ ഇനി എന്റെ കാലമാണ് എന്ന് ആരൊക്കെ പറയുന്നത്. ഇനി മറ്റൊന്ന്, ഇവരുടെ കൂടെ ആരുണ്ടെന്ന് അറിയോ? ഇവരുടെ കൂടെ മമ്മൂട്ടിയുണ്ട്. അതായത് ലാലേട്ടൻ്റെ ഒരു ഡയലോഗ് ഉണ്ടോ, എന്താ പറയാ, ഇച്ചാക്ക. യെസ്, അതായത് ഇച്ചാക്ക എന്ന് മോഹൻലാൽ മാത്രമാണ് മമ്മൂട്ടിയെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇച്ചാക്ക ഇതിൽ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇച്ചാക്കയുടെ പേര് കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മമ്മൂട്ടിയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എന്ന് പറയുന്ന ഒരു കൂട്ടുകെട്ട് വരാൻ പോകുകയാണ് മക്കളെ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ സിനിമ ഇനിയും പറയാനുണ്ട്. ഈ സിനിമകളെ കുറിച്ച് ഒരുപാട് പറയേണ്ടത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സിനിമ നിങ്ങൾ കാണാൻ പോകണം. കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഈ ഒരു ആസ്പെക്റ്റിൽ വേണം കേട്ടോ ഈ സിനിമ കാണാൻ. അല്ലാതെ ഈ സിനിമ മറ്റ് സിനിമകളെ പോലെ ഇങ്ങനെ കണ്ട് ത്രില്ലടിച്ചിരിക്കാനുള്ള ഒരു സിനിമയല്ല ഇത്. ഇതിൽ കഥയില്ല. ഇതിൽ മുഴുവൻ വാസ്തവങ്ങൾ 100%. ഏറ്റവും ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്ന് വേണം പറയട്ടോ. ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ ആക്ഷേപഹാസ്യ സിനിമ, രാഷ്ട്രീയ
ആക്ഷേപ ഹാസ്യം വേണ്ട, രാഷ്ട്രീയ ആക്ഷേപ ത്രില്ലറാണ് യഥാർത്ഥത്തിൽ ഭ ഭ ഭ.